അപ്പോൾ സൈക്കോളജി ഓഫ് മണി എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ഒരു ഉദാഹരണത്തിന് എനിക്കും നിങ്ങൾക്കും 1,00,000 രൂപ ഒരു മാസം ശമ്പളം കിട്ടുകയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ എനിക്ക് കിട്ടുന്ന 1,00,000 ശമ്പളത്തിന്റെ ഒരു ഭാഗം ഞാൻ പലയിടങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ ധനത്തിനെ ഞാൻ ഡബിൾ ആക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഇതേ 1,00,000 രൂപനെ മറ്റുള്ളവരുടെ സന്തോഷത്തിനും അവരെ ഹാപ്പി ആക്കാനും വേണ്ടിയിട്ട് ആഡംബര ജീവിതവും അവർക്ക് ട്രീറ്റും ചെയ്ത് ലൈഫ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മളെ രണ്ടുപേരും അറിയുന്ന നാട്ടുകാർ നമ്മളെ അളക്കാൻ തുടങ്ങും. കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ച് വെൽത്തി ആവാൻ ശ്രമിക്കുന്ന എന്നെ അല്പനെന്നും പൂഴ്ത്തിവെപ്പുകാരനെന്നും പിശുക്കനെന്നും പറഞ്ഞ് നാട്ടുകാർ വിലയിരുത്തുമ്പോൾ അശ്രദ്ധമായി ചിലവാക്കി കയ്യിലുള്ള ധനത്തെ ഇല്ലാതാക്കി കടത്തിലോട്ട് കൂട്ടുന്ന നിങ്ങളെ അവരെ മിടുക്കനെന്നും ധനികനെന്നും വിളിക്കുന്നു. ഈ വ്യത്യാസത്തിൽ പതിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ചാണ് നമുക്ക് ഈ പുസ്തകം പറഞ്ഞു തരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോട്ടറി അടിച്ചിട്ടുള്ള 70% ആളുകളും ഇന്ന് ദരിദ്രനായിട്ട് ജീവിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അക്കങ്ങൾ വെറും സംഖ്യകൾ മാത്രമല്ല, അതൊരു മൈൻഡ് ഗെയിം കൂടിയാണ്. അപ്പോൾ സൈക്കോളജി ഓഫ് മണിയിൽ ഫസ്റ്റ് പറയുന്ന മൈൻഡ് ഗെയിം എന്താണെന്ന് നോക്കാം. പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ദ ടൈം ഈസ് മണി എന്നാണ്. നിങ്ങളുടെ സമയം പണമായി മാറിയാൽ അതിന് നിലനിൽപ്പുണ്ടാവുന്നതാണ് പറയുന്നത്. ഈ ലോകത്ത് പണം കൊണ്ട് പണം സമ്പാദിച്ചവരെക്കാൾ കൂടുതൽ അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ധനികരായിട്ടുള്ളവരാണ്. നേരത്തെ പറഞ്ഞ ലോട്ടറി വിഷയം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ഗെറ്റിംഗ് വെൽത്തി ഈസ് ഡിഫറെന്റ് ഫ്രം സ്റ്റേയിങ് വെൽത്തി എന്ന് വെച്ചാൽ പണം സമ്പാദിക്കുന്നതും പണം നിലനിർത്തുന്നതും രണ്ടാണ്. നിങ്ങൾക്ക് വരുന്ന നല്ല അവസരങ്ങളാല് നിങ്ങളുടെ ഇപ്പോഴത്തെ ദാരിദ്ര്യ അവസ്ഥ മാറിയിട്ട് നിങ്ങൾക്ക് ധനികനായാൻ സാധിച്ചേക്കാം. എന്നാൽ ആ അവസരത്തെ തുടർന്ന് നിങ്ങൾക്ക് വരുന്ന ധനം, ആ ധനം നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് നിലനിർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ധനം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പണം സമ്പാദിക്കണം എന്നുള്ള മാസ്റ്റർ പ്ലാൻ ഇടുന്നതിന് മുന്നേ ആ പണം എന്തിനൊക്കെ ഞാൻ ചെലവാക്കുന്നുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കണം. പോയിന്റ് നമ്പർ 3 സ്പെൻഡിങ് മണി ടു ഷോ പീപ്പിൾ വാട്ട് യു ഹാവ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു ലോസ് ഇറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവ് കൊണ്ടോ ഹാർഡ് വർക്ക് കൊണ്ടോ ലെക്ക് കൊണ്ടോ നിങ്ങളുടെ കയ്യിലേക്ക് കയറി വന്ന പൈസ എളുപ്പത്തിൽ ഇറങ്ങി പോകാനുള്ള ഈസി വേ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആഡംബര ജീവിതമാണ്. നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വാങ്ങുന്ന ഓരോ ആഡംബര വസ്തുക്കളും യഥാർത്ഥത്തിൽ കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ചെലവായി എന്ന് മാത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ 1,00,000 ശമ്പളം നിങ്ങൾ എങ്ങനെ ചെലവാക്കി എന്നുള്ളതാണ്. പോയിന്റ് നമ്പർ 4 സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ പണത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, പണം നിങ്ങളിലേക്ക് എത്തി. ഇനി ആ പണം നിലനിർത്തി തുടരണമെങ്കിൽ അല്ലെങ്കിൽ അത് ഇരട്ടിക്കണമെങ്കിൽ ആ പണം നിങ്ങൾക്ക് വേണ്ടി ജോലിയെടുത്ത് തുടങ്ങണം. അതിനുള്ള ഒരേ വഴി സേവ് ചെയ്യുക, ആ പണത്തിനെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ സേവ് ചെയ്യുക പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ എന്തിനു സേവ് ചെയ്യണമെന്ന് തീരുമാനിച്ചാലും രണ്ടും തെറ്റാണ്. പോയിന്റ് നമ്പർ 5 എന്ന് പറയുന്നത് എവറിത്തിങ് കംസ് വിത്ത് എ ഹിഡൻ കോസ്റ്റ് എന്നാണ്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഓരോ വസ്തുക്കളുടെയും പ്രൈസ് ടാഗിനകത്ത് ഒരു യഥാർത്ഥ വില ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ യഥാർത്ഥ വിലയിൽ നിന്നും പ്രൈസ് ടാഗിലെ വിലയിലോട്ടുള്ള മൂല്യം എന്ന് നിങ്ങളുടെ ഒരു അധിക ചെലവ് മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന ഓരോ വസ്തുക്കളും ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി പോയിന്റ് നമ്പർ 6 എന്ന് പറയുന്നത് നെവർ ബിലീവ് എനിവൺ ബ്ലൈൻഡ്ലി. പണത്തിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ മറ്റൊരാളിൽ ഇൻസ്പയർ ആവരുത്. അപ്പൊ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനും എന്റെ സുഹൃത്തും 2 വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. ഒരേ ബജറ്റിൽ പ്ലാൻ ചെയ്യുക. അപ്പം എന്റെ സുഹൃത്തിന് 1,20,000 രൂപ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുന്നുണ്ട്. അവൻ ഒരു IT ഫീൽഡ് ആയതുകൊണ്ട്. പക്ഷെ ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ചിലപ്പോൾ ഒരു മാസം കിട്ടുന്നത് 50,000 രൂപ പ്രോഫിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 60,000 രൂപ ആയിരിക്കാം. പക്ഷെ എന്റെ സാലറി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി അല്ല. ചിലപ്പോൾ ഒരു മാസം 60 കിട്ടിയാൽ അടുത്ത മാസം 1,00,000 ആയിരിക്കാം, ചിലപ്പോൾ അത് 30,000 ആയിരിക്കാം. അപ്പൊ അവനൊരു ബാങ്കിനെ സമീപിച്ച് മാസം 30,000 രൂപ EMI അടയ്ക്കാമെന്ന് ഫിക്സ് ആയിട്ട് തീരുമാനിക്കുന്ന പോലെ എനിക്ക് ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം അവന്റെ സോഴ്സും എന്റെ സോഴ്സും രണ്ടാണ്. ഇനി പോയിന്റ് നമ്പർ 7 എന്ന് പറയുന്നത് സം പെസിമിസം ഈസ് ഓൾവേസ് അലൗഡ് എന്നാണ്. എല്ലാ വിഷയത്തിലും എല്ലാപ്പോഴും എല്ലാവരും പറയും നമുക്ക് കുറച്ച് ശുഭാപ്തി വിശ്വാസം, ഒപ്റ്റിമിസം ഒക്കെ നല്ലതാണെന്ന് പറയും. എന്നാൽ പണത്തിന്റെ കേസിൽ മാത്രം ഏറ്റവും മോശം സാഹചര്യം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മളൊരു ലോങ് യാത്രയ്ക്ക് കാർ എടുക്കുമ്പോൾ അതിൽ സ്റ്റെപ്പിനി ഉണ്ടോന്ന് ഉറപ്പിക്കില്ലേ, അതുപോലെ. ഇനി പോയിന്റ് നമ്പർ 8 എന്ന് പറയുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. പലതുള്ളി പെരുവെള്ളം. ഇത് സേവിങ്സിന് മാത്രമല്ല ചെലവിനും കൂടെ ബാധകമാണ്. ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിന് മൂലയ്ക്ക് ഒരു നിറഞ്ഞ കുടവും ഒരു കാലിക്കുടവും ഒരു ത്രാസിനകത്ത് വെക്കുക. എന്നിട്ട് ഈ നിറകുടത്തിൽ നിന്ന് കാലിക്കുടത്തേക്ക് ഓരോ ഡ്രോപ്പ് വീതം ഒഴുകുന്ന ഒരു പൈപ്പ് സെറ്റ് ചെയ്യുക. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത സമയത്ത് അവിടെ ഒരു കുലുക്കം സംഭവിക്കും. ദിസ് ഈസ് കോൾഡ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. പോയിന്റ് നമ്പർ 9 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചേഞ്ചസ് ഇൻ മണി ട്രെൻഡ്സ്. ഈ പണത്തിനൊരു ട്രെൻഡ് ഉണ്ട്, അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഗുഡ് ആവാം, ബാഡ് ആവാം. ഇപ്പൊ ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞ പോലെ, സ്വർണത്തിന് വന്ന വിലക്കയറ്റം പോലെ, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് താഴേക്ക് വന്ന പോലെ, ഇതെല്ലാം ചേഞ്ചസ് ഓഫ് മണി ട്രെൻഡ്സ് ആണ്. ഇതിലെ ഗുഡിനെയും ബാഡിനെയും സർവൈവ് ചെയ്യണവരെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് നമ്പർ 10 എന്ന് പറയുന്നത് മിസ്റ്റേക്സ് ആർ കോമൺ ഫോർ എവറി വൺ. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, അയാളുടെ തീരുമാനങ്ങളോ ചിലപ്പോൾ പണമിടപാടുകളോ തെറ്റുകൾ സംഭവിച്ചിട്ട് നഷ്ടങ്ങൾ വന്നിരിക്കാം. അതൊരു കോമൺ ഫാക്റ്റ് ആണ്. ഇതുപോലെ പറ്റുന്ന തെറ്റുകളെല്ലാം അനലൈസ് ചെയ്ത് ആ തെറ്റുകൾ ആവർത്തിക്കാതെ മുന്നോട്ട് പോയവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഒരിക്കൽ നഷ്ടങ്ങൾ സംഭവിച്ചവർ വീണ്ടും ശ്രമിക്കാതെ ഭയന്നിരിക്കുന്നവർ അവിടെ തന്നെ ഇരുന്നിട്ടേ ഉള്ളൂ. വലിയ ലാഭത്തിലേക്ക് എത്താനുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് നിങ്ങൾ വരുത്തിവെച്ച നഷ്ടങ്ങളും തെറ്റുകളും. ഞാൻ ഈ പറഞ്ഞു തന്ന 10 ഗോൾഡൻ ലൈൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ ഉറപ്പായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും.
അത് ഏതാണെന്ന് കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ബുക്കിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ.